അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കിറ്റിലെ തേർഡ് പാർട്ട് വീഡിയോ ആണ്, മേക്കിംഗ് വീഡിയോ ആണ്, ഹെയർ ബോ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ മുമ്പ് 3 ഹെയർ ബോസ് ആയിട്ട് 2 വീഡിയോയിലായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ തേർഡ് പാർട്ടാണ്. ഇതിൽ നമ്മൾ 2 ഡിഫറെൻറ്റ് മോഡൽസിലുള്ള ഹെയർ ബാൻഡും അതേപോലെ അലിഗേറ്റർ ക്ലിപ്പിൽ വെച്ച് ചെയ്യുന്ന മോഡൽസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ഗ്രീൻ സാറ്റിൻ ഹെയർ ബോ ആണ് എടുക്കുന്നുള്ളത്. ഗ്രീൻ സാറ്റിൻ ഹെയർ ബോ 2 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2 മോഡൽസാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ കയ്യിലുണ്ടായ റിൻ സ്റ്റോണും അതേപോലെ സാറ്റിൻ ഫ്ലവറിന് ഉണ്ടായിരുന്നു 2 കളേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ മെറൂൺ കളറാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ വെച്ച് കൊടുക്കുക. ആദ്യം സ്റ്റോൺ വെച്ച് കൊടുക്കുക. മിഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഒരു സൈഡ് 4 ഫ്ലവറും മറ്റേ സൈഡ് 4 ഫ്ലവറും, അങ്ങനെ മിഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വെക്കുന്നതാണ്. ഇതുപോലെ സ്റ്റോൺ വെച്ചിട്ട് ഫ്ലവർ വെക്കുക, പിന്നെ സ്റ്റോൺ വെക്കുക, ഫ്ലവർ വെക്കുക, അങ്ങനെ 4 ഫ്ലവറും സ്റ്റോണും വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും മറ്റേ സൈഡിൽ നിന്ന് ഗമ്മിട്ട് കൊടുക്കുക. അത് നമുക്ക് വീണ്ടും ഫ്ലവർ വെച്ച് കൊടുക്കുക. അതേപോലെ സാറ്റിൻ ഫ്ലവറും വെച്ചെടുത്തതിന് ശേഷം റിംഗ് സ്റ്റോൺ വെച്ച് കൊടുക്കുക. ഇത് സിമ്പിളായിട്ടുള്ള ഹെയർ ബാൻഡാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യുന്നതാണ്. ഇതിൽ നമ്മൾ സ്റ്റീൽ ഹെയർ ബാൻഡിൽ ഒട്ടിച്ച പോലത്തെ ഫ്ലവർ ഉണ്ട്, ക്രിസ്റ്റൽ ടൈപ്പ് ഫ്ലവർ. അതിൽ ബാക്കി വന്ന പീസ് ഇതുപോലെ അലിഗേറ്റർ ക്ലിപ്പിൽ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം അലിഗേറ്ററിൽ ഗമ്മിട്ടതിന് ശേഷം 2 ഫ്ലവർ ഒട്ടിച്ചതിന് ശേഷം വീണ്ടും റിൻ സ്റ്റോണാണ് അതിൻ്റെ മിഡിലായിട്ട് വെക്കുന്നുള്ളത്. പിന്നെ ചെയ്യുന്നത് പിങ്ക് അലിഗേറ്ററിൽ ചെയ്യുന്നത് സാറ്റിൻ ഫ്ലവർ വേറൊരു കളറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. 8 പീസ് ഉണ്ടാവും അതും, പിന്നെ മെറൂൺ 8 പീസ് ഉണ്ടാവും. അത് നമ്മൾ പിങ്ക് അലിഗേറ്റർ ക്ലിപ്പിൽ വെച്ച് കൊടുക്കുക. സാറ്റിൻ ഫ്ലവർ പിങ്ക് കളറ് പിങ്ക് അലിഗേറ്ററിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മിഡിലായിട്ട് ഗമ്മിട്ട് കൊടുക്കുന്നുണ്ട്, ഫ്ലവറിൻ്റെ മിഡിലായിട്ട്. ഇത് നമുക്ക് സ്റ്റോൺ വെച്ച് കൊടുക്കുക. ഇതും സിമ്പിളായിട്ടുള്ള മോഡലാണ്. ഇതും സ്റ്റുഡൻസിനൊക്കെ ചെയ്യാൻ പറ്റിയതാണ്. ഈ ഐറ്റംസ് എല്ലാം നമ്മൾ കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു മോഡലും കൂടി ഹെയർ ബോ ചെയ്യുന്നത് കാണിച്ചു തരാം. സിമ്പിളായിട്ടുള്ള മോഡലാണ്, അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് സാറ്റിൻ ഹെയർ ബോ വേറൊരു ഗ്രീൻ കളർ വെച്ചിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 3 സാറ്റിൻ ഹെയർ ബോ ആണ് വെച്ചത്. ഒരു ഹെയർ ബാൻഡ് ചെയ്യുന്നത് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരെ കണ്ടുനോക്കാം. നെക്സ്റ്റ് ഫോം ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഫോം ഫ്ലവറിൻ്റെ ഇതുപോലെ ബഞ്ചിൽ നിന്നും ആ സ്റ്റെമ്മ് വേറെ വേറെ ആക്കിയിട്ട് ചെയ്യുക. ഫ്ലവർ മാത്രമാണ് വേണ്ടത്. ഇതുപോലെ ഫുള്ളായിട്ട് ഫ്ലവർ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സാറ്റിൻ്റെ ഹെയർ ബോൻ്റെ മിഡിൽ നിന്ന് ഗമ്മിട്ട് കൊടുക്കാം. ഒരു സൈഡിൽ നിന്ന് 6 പീസ് വെച്ചിട്ട് മറ്റേ സൈഡ് 6 പീസ്, അങ്ങനെ ടോട്ടൽ 12 ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത്. ഫുള്ളായിട്ട് ഈ ഹെയർ ബോയിൽ ഒട്ടിച്ച് കൊടുക്കുക. 2 സൈഡിൽ നിന്നും ഫ്ലവർ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. 2 സൈഡിൽ നിന്നും 6 പീസ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് മോഡൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഈ മോഡലാണ് ചെയ്യുന്നത്. സൈഡ് വേണമെങ്കിൽ മാത്രം ഫ്ലവർ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മിഡിൽ മാത്രം ഫ്ലവർ വെച്ച് കൊടുക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതാണ് ഞാൻ ചെയ്തത്. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അതേപോലെ പുതിയ പുതിയ മേക്കിംഗ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.